അപ്പൊ ആരെ നോക്കി വേണം ഓടാൻ? വിശ്വാസത്തിന്റെ നായകനും. ആരെപ്പോഴും ഒരു ബോധ്യം വരണം. അപ്പൊ ഇങ്ങോട്ട് നോക്കി, ജീവിത യാത്രയിൽ ഓടുമ്പോൾ ആരെ നോക്കിക്കൊണ്ട് ഓടണം? പറ. യേശുവിനെ നോക്കി എന്ന് പറഞ്ഞിട്ട് തീർന്നില്ല. വിശ്വാസന നായകന് ആ വാക്കുകൾ പൂർണ്ണമായിട്ട് പറയണം. അങ്ങനെ നോക്കി ഓടാൻ. ഇങ്ങോട്ട് നോക്കി, എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ആരെ നോക്കി ഓടണം? അബ്രാമിനെ നോക്കി ഓടാൻ ഒക്കുവോ? ഭാര്യയെ നോക്കി ഓടാൻ ഒക്കുവോ? ഈ ബലഹീനവനെ കുഞ്ഞുങ്ങളെ നോക്കി ഓടാൻ ഒക്കുവോ? പറ. വിശ്വാസികളെ നോക്കി ഓടാൻ ഒക്കുവോ? ആരെ നോക്കി ഓടണ്ടേ? പറ. എന്നും അവന്റെ മുഖത്ത് നോക്കുന്നോണ്ടാ ഇങ്ങനെ പോകുന്നു. നീ ഓട്ടക്കളത്തിലാ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ എന്റെ ഭാഷ പെയ്യ നടന്ന് ഇവിടെ വന്നു. നിന്നെ ആത്മീയതയിൽ നീ ഓടിത്തന്നെ ഓടുന്നോണ്ടാ നീ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നേ. പലരും പിന്മാറി പോയപ്പോൾ, പലരും ഇത് കഠിന വാക്കെന്ന് പറഞ്ഞ് പോയപ്പോൾ, പലരും പിന്മാറി പോയപ്പോൾ നീ ഇന്ന് ഇവിടെ വരുന്നെങ്കിൽ നീ ഓട്ടക്കളത്തിലാണ്. യു ആർ ഓൺ ദ ട്രാക്ക്. നീ ഓട്ടക്കളത്തിൽ തന്നെ. അതുകൊണ്ടാണ് നീ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ഓട്ടക്കളത്തിലാണ്. പേടി മാറിയല്ലോ. ചോദിച്ച പേടി മാറിയെന്ന് ചോദിച്ചു. വിശ്വാസ നായകനും ഇങ്ങോട്ട് നോക്കി യേശുവിനെ നോക്കുക. അപ്പൊ യേശുവിനെ നോക്കി ഓടുന്നതിനൊരു കാരണമുണ്ട്. യേശുവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. മുൻപിലുള്ള സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ ശ്രദ്ധിച്ചു. And the joy set before him and endured the cross, despised the shame and seated the right hand of heavenly Father. അപ്പൊ യേശുവിനെ ആണി തറയ്ക്കപ്പോൾ പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമെന്ന് കസന പുറത്തി പറഞ്ഞു. പിതാവ് നീ എന്നെ കൈവിട്ടെന്ന് പറഞ്ഞു. ഇവിടെ നോക്കി. പക്ഷേ മുൻപിലുള്ള സന്തോഷം എന്തുവാണ്? മുമ്പിലുള്ള സന്തോഷം എന്തോ? കോടാനുകൂടി ദൂതന്മാർ രാപകൽ ആരാധിക്കാൻ തന്നല്ല. ഈ ഗോതമ്പ് മണി ഈ ഗോതമ്പ് മണി നിലത്ത് വീണൊന്ന് ചത്താൽ അതിനെന്തോ ഉണ്ടാവും? വിളവുണ്ടാവും. ഞാൻ ഇന്ന് ഗലീലയിൽ നിന്ന് ശമരിയിലോട്ടും ശമരിയിൽ നിന്ന് ബത്സയിലോട്ടൊക്കെ പോകുന്നതിന് എന്റെ കാലിന് പരിമിതിയുണ്ട്. പക്ഷെ ലോകം മുഴുവൻ സഭ ഒരാമൻ പറഞ്ഞു, എന്റെ ശരീരം ഒരാമൻ പറഞ്ഞു, ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരാമൻ ഉറക്കെ പറഞ്ഞു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തു വരുന്ന ക്രിസ്തുവിനെ വിളിച്ചു പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും. അതുകൊണ്ട് ഇതിനെതിരെയൊക്കെ എത്രയോ പ്രതിസന്ധികളുണ്ട്. എത്രയോ പ്രാവശ്യം വേദപുസ്തകം കത്തിച്ചു. എത്രയോ എന്താ നിലനിൽക്കുന്നത്? ഇതിന്റെ കൺട്രോൾ ഭൂമിയിൽ നിന്നല്ല, ഇതിന്റെ കൺട്രോൾ മുഴുവൻ ഉയരത്തിൽ നിന്നാണ്. ഞാൻ എപ്പോഴും പറയും, ഭൂമിയിലുള്ള ഒരു തീയാണെങ്കിൽ നിനക്ക് ഫയർ എഞ്ചിനോ എന്തെങ്കിലും പിടിച്ച് നിങ്ങൾക്ക് കെടുത്താം. ഉയരത്തിലെ തീയെ കെടുത്താൻ ഒക്കത്തില്ല. മുകളിൽ നിന്നുള്ളതാണെങ്കിൽ. അതുകൊണ്ടല്ലേ ഞാൻ നല്ലൊരു കഥ പറഞ്ഞു, എനിക്കൊന്നും കേട്ടിട്ടില്ല. ഒരു ദൈവമകന്റെ വീടിന് കടയ്ക്കോ സ്ഥാപനത്തിൽ തീ കത്തി. പെട്ടെന്ന് അയാളുടെ മോൻ പറഞ്ഞു, എന്ത് ചെയ്യണം ഡാഡി എന്ന് പറഞ്ഞു. ഫയർ എഞ്ചിൻ അത് അവിടെ ഫയർഫോഴ്സിനെ വിളിച്ച് പറയാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞ് അയാളുമായിട്ട് സുഹൃത്തും ഉണ്ടായിരുന്നു വീട്ടിൽ. നോക്കി രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിച്ച് കളിച്ച് ഭക്ഷണം കഴിക്കും. പറഞ്ഞ ഈ സുഹൃത്തിന് സംശയം. സുഹൃത്ത് ചോദിച്ചു, സ്ഥാപനത്തിന് തീ പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടൊന്ന് ഓടി പോകേണ്ടതല്ലായിരുന്നു, ഇവിടെ നിന്നാൽ എങ്ങനെ? ഇവിടെ പറഞ്ഞു, ഞാൻ പോയിട്ട് എന്ത് ചെയ്യണം? ഞാൻ പോയിട്ട് എന്ത് ചെയ്യണം? എൻ്റെ മോൻ എന്നെ പ്രതികരിച്ച് ആര് പോയിട്ടുണ്ട്? മോൻ പോയിട്ടുണ്ട്. ചിലടത്ത് പിള്ളേർ മതി. ഒരു അമ്മയോടൊക്കെ പറഞ്ഞു, ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ചിരിച്ചുകൾ സംഘം ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചൻ വന്നു. ഡാഡി, ചില പിള്ളേരുണ്ട് ഡാഡി കൂടെ ചെല്ലണം. ഈ കുഞ്ഞിന് വേണ്ട. കുഞ്ഞ് പറഞ്ഞു, ഡാഡി ഭയങ്കര തീയായിരുന്നു, സാധാരണ എല്ലാം കെടുത്താനൊക്കത്തില്ലായിരുന്നു. അതിൻ്റെ എന്താ പറ്റി? ഫയർഫോഴ്സ് മാക്സിമം നോക്കി. പക്ഷെ അവർ പറഞ്ഞു, പെട്ടെന്ന് എങ്ങോട്ടുന്ന ഒരു കാറ്റ് വന്ന് അതങ്ങ് കെടുത്തി. ആരുടെ കൈ കൊടുത്തു വിഷയം? പറ ആരുടെ കയ്യിൽ അഭിഷേകം കൊടുത്തേ? ഞാൻ പറയട്ടെ, നിനക്ക് കഴിയാത്തത് നീ ഇന്നുവരെ സ്വപ്നത്തിൽ പോലും നനയ്ക്കാത്തത് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. രണ്ട് കരങ്ങളുടെ ജാൽമാവിൽ നിറഞ്ഞ്. അപ്പൊ ഈ മനുഷ്യൻ എന്താ പറയുന്നറിയോ? അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാന് വെറുതെ ഫയർഫോഴ്സിനോട് പറഞ്ഞിട്ട് കുഞ്ഞിനെ വിളിട്ട് ഞാൻ വെറുതെ ഇരിക്കലാണ്, ഞാൻ എന്റെ സകലതും കൺട്രോൾ ചെയ്യുന്ന ദൈവത്തിന്റെ കാര്യങ്ങൾ ഞാൻ വിഷയത്തേക്കും. ശരി പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല കൃപയുള്ളവർ, എനിക്ക് വലിയ ഇഷ്ടം. അവർ പറഞ്ഞു ഭാഷ ഞാൻ കർത്താവിന്റെ കയ്യിലെ വിഷയം കൊടുത്തിരിക്കുക. എന്ത് പറഞ്ഞാലും അവർ പറയും. നമ്മൾ അങ്ങോട്ട് ചിലപ്പോൾ ചോദിക്കും, അമ്മമ്മ ഇതുവരെ ഒന്നും ആയില്ലയോ അച്ഛാ? ഇതുവരെ അപ്പന്റെ കാര്യങ്ങളിൽ കൊടുത്തിരിക്കും. നമുക്ക് ഉറപ്പാണ് ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ വിഷയം കൊടുത്തിരിക്കുകയാണെന്ന് ഒരാൾ പറഞ്ഞാൽ ചിന്തിച്ചോ,
അതിനും മറുപടി ഉണ്ട്. അതുവരെ നിന്നെ ഒരു വിഷയവും വിഴുങ്ങത്തില്ല. ഏറ്റെടുത്തു. ഈ വെള്ളം നിന്നെ കവിയത്തില്ല, തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. ഈ വെള്ളം നിന്നെ കവിയത്തില്ല, ഈ തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. ഈ വെള്ളം നിന്നെ കവിയത്തില്ല, ദൈവം പറയാതെ ഇത് കവിയത്തില്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞു, വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് നിന്നെ, തീ നിന്നെ എന്ത് ചെയ്യത്തില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് അതറിയാം. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇനി വിടുവിച്ചില്ലെങ്കിലും കോംപ്രമൈസ് ഇല്ല. വിശ്വാസ കോളത്തിൽ കോംപ്രമൈസ് ചെയ്ത് ഇന്ന് അഡ്ജസ്റ്റ്മെന്റിന്റെ ലോകം. പല കമ്മിറ്റികൾ കണ്ടില്ല. അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. വേദപുസ്തകത്തിൽ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഒരു പരിപാടി ഇല്ല. കൃപയുടെ കണ്ണിലൂടെ വിഷയങ്ങളെ കാണില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിനകത്ത് സാരമില്ല. അതൊന്നും കുഴപ്പമില്ല, ദൈവമൊക്കെ ക്ഷമിക്കുക. അങ്ങനെയുള്ള പരിപാടി വ്യവസ്ഥയിലില്ല. വളരെ വിവേചനത്തോടെ, ദൈവഭയത്തോടെ, ഓരോ ദിവസവും ഭയത്തോടും വിറയലോടും കൂടി വേണം. ഇങ്ങനെ പറയാം, നല്ലൊരു തിരക്കുള്ള സ്ഥലത്ത് ചെറുപ്പകാലങ്ങളിൽ പറയുമ്പോൾ, ഇപ്പോൾ ഉള്ളവർ അങ്ങനെ പറയുമ്പോൾ ഒത്തിരി നരച്ച തലകളൊന്നും ഇപ്പം അധികം കാണാറില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല. പണ്ട് ആൾക്കാർ പറയുമായിരുന്നു, മടി പൊതിയുള്ളവൻ വഴി സൂക്ഷിക്കണം. മടി പൊതി, അത് മടിയില്ല, പൊതി എന്തോ നമ്മുടെ ഇത് പറയാം, എന്തോ ഒരു സാധനം, മടിശീല പൊക്കണമെന്നൊക്കെ പറയുന്നതാണ്. ഇന്ന് ട്രെയിൻ യാത്ര നിങ്ങൾ പോകുമ്പോൾ ഒന്നുമില്ല, നിങ്ങൾ സുഖമായിട്ട് ഇടന്നു തുടങ്ങും. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരാമിപ്പം ഇടയ്ക്കിടയ്ക്ക് പേഴ്സിറക്കി വായിക്കുക. അതുപോലെ വേണം ജീവിക്കാൻ. ഭയത്തോടുകൂടെ ജീവിക്കണം. മുറുകെ പറ്റുന്ന പാപമുള്ള ലോകം. ഭാരം ആരുടെ മേൽ ഇറക്കി വെക്കണമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ശത്രുവുണ്ട്. ദൈവത്തെ ശ്രമിച്ചു. അതുകൊണ്ട് വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. യേശുവിനെ നോക്കാൻ പറഞ്ഞെന്തോ, യേശു ഇന്ന് എവിടെ ഇരിക്കുക? നാളെ എനിക്ക് തോന്നുന്നു ഗാന്ധിജിയോ ആരോ പറഞ്ഞു കേട്ടു, ഈ ക്രിസ്ത്യാനികളുടെ പുസ്തകമൊക്കെ നല്ലത്, വേദപുസ്തകം ഭയങ്കര സംഭവം. പക്ഷെ ക്രിസ്ത്യാനികളെ നോക്കിയാൽ, പ്രത്യേകിച്ച് വിശ്വാസികളെ നോക്കിയാൽ അവർക്ക് യാതൊരു സന്തോഷവും. കർത്താവ് ക്രൂശം കൊണ്ട് പോകുന്ന പോലുള്ള ഭാവത്തിലാണ് വേദപുസ്തകം കൊണ്ട് പള്ളി വരും, ചുമ്മിക്കൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. ഇതിനേതാണ്ട് 50 കിലോ ഉള്ള പോലെ. ആമേ പറ. നിത്യതയുടെ സന്തോഷം അവർക്കില്ല, ഉയർപ്പിന്റെ സന്തോഷം അവർക്കില്ല. പ്രതിസന്ധിയുടെ നടുവിലും അവരുടെ മുഖത്ത് ഉയർപ്പിന്റെ സന്തോഷം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളെ എപ്പോഴും ജയോത്സവം എന്നുള്ള വേർഡുണ്ടോ? ട്രയംബ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ട്രയംബ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാമോ എന്താ ഈ ട്രയംബ് എന്ന് പറഞ്ഞാൽ? ചുമ്മാ വാർത്തേ പ്രാർത്ഥിച്ചു കേട്ടോ, കുഞ്ഞിന് ജോലി കിട്ടി, ആ കുഞ്ഞിന്റെ PR അടിച്ചു, ഈ സന്തോഷമല്ല. ഒരു ടീം ഇങ്ങോട്ട് നോക്കിയേ, അർജന്റീനയൊക്കെ അല്ലെങ്കിൽ നോക്കിയേ, ലോകകപ്പുമായി അവർ ടീമായിട്ട് വരുമ്പോൾ അവരുടെ സന്തോഷം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ആ ട്രോഫിയൊക്കെ വെച്ചോണ്ട് പിള്ളേർ അവരെ ആ സന്തോഷത്തിനാണ് ട്രയംബ് എന്ന് പറയുന്നത്. അതും അപ്പൊ നിങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ, മെസ്സി ആയിരിക്കും ചിലപ്പോൾ ഗോൾ അടിച്ചു, ഇങ്ങോട്ട് നോക്കി, അല്ലെ മറ്റേ പാർട്ടി ആയിരിക്കും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇവർക്കെല്ലാം എന്താ സന്തോഷം? ഇനിയിപ്പോൾ ടീമിൽ കളിച്ചവർ മാത്രമല്ല സന്തോഷിക്കുന്നത്. ടീം സന്തോഷിക്കുമ്പോ അപ്പുറത്തെ ഗാലറിയിൽ എന്തെയോ എന്തോ കാര്യം പറ, ഗാലറിയിൽ എന്താ സന്തോഷം? അവരുടെ ടീം ജയിച്ചു. എടാ, യേശു ക്രൂശിൽ ചെയ്തത് ദൈവമക്കളുടെ അകത്തേക്ക് എന്താണ് അവൻ ക്രൂശിച്ചതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ നാമനിമിത്തം പഴിക്ക് ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ പേര്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കുന്ന ആരാ? കഷ്ണതയോ സങ്കടമോ നഗ്നതയോ ആപത്തോ വാളോ ഇടപെടാതെ ഞങ്ങളെ കൊല്ലുന്നു. അർപ്പാൻ കൊണ്ടുവന്ന ആടുകളെ പറഞ്ഞ് ഞങ്ങളെ എണ്ണുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, എല്ലാവരും ഉറക്കെ പറഞ്ഞേ, നാം ഇതിൽ നിന്നല്ലോ എന്താ പറയാ, ജയം പ്രാപിക്കും. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയും? നാം എന്നെ സ്നേഹിക്കുന്ന മുഖാന്തരം. പ്രാർത്ഥിച്ച ഒരാളെ വിട്ടു ഫോണിൽ പ്രാർത്ഥിക്കും. ഞാൻ പറയും, വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങളുടെ വിഷയം എന്തോ. ഞാൻ പറഞ്ഞു വിട്ടുതലുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചയച്ചതാ, അതിന് മറുപടി ഉണ്ട്. ആദ്യം തടസ്സം ഉണ്ടെങ്കിലും കാര്യങ്ങൾ ചേർന്ന് വരും. എടാ, ഞാൻ ചോദിക്കോ, സറാബത്തിലെ വിധവയോട് കൽപ്പിച്ചു, വിധവയോട് ചെന്നപ്പോ വിധവ പൂമാലയിട്ട് സ്വീകരിച്ചോ എലിയാവിനെ? സാറേ, കർത്താവിനും നമ്മൾ ഇവിടത്തേക്ക് ചെല്ലുമ്പോ പറഞ്ഞു വിട്ടതല്ലേ, ബാ നമ്മൾ ഞാൻ മറ്റേ ആള് പറഞ്ഞു ബാ അങ്ങനെ പറഞ്ഞു എലിയാവിനോട്. ഞാൻ എഴുന്നേൽപ്പിക്കുക, നിങ്ങളുടെ ക്ഷണം രാവിലെ പറഞ്ഞു. കഴിഞ്ഞ ശുശ്രൂഷ ഞാൻ പറഞ്ഞില്ല, യേശുവിന്റെ ശുശ്രൂഷ എല്ലാവരും എന്താ ഉറങ്ങാഞ്ഞ്? യേശു ഇരിക്കുമായിരുന്നു എല്ലാവരും കേട്ടോ. പുതിയ അറിവോ?
യേശുവേ ഇരിക്കുമായിരുന്നു, എല്ലാവരും നിൽക്കുകയാണ്. പൗലോസിന്റെ ശുശ്രൂഷയും പൗലോസ് നിന്ന് ഞങ്ങളുടെ കൂട്ടി. അതുകൊണ്ട് യൂത്തിക്കോസ് പറഞ്ഞു ദൈവത്തെ സ്തുതിച്ച് കരമേശി ദൈവത്തെ സ്തുതിച്ച്. അപ്പം ഇതിനകത്തൊന്ന് മനസ്സിലാകേണ്ട ഒരു കാര്യം, ഒരു ഹാലലിയ ഉറക്കെ പറഞ്ഞേ, ഏലിയാവ് സരാപത്തിൽ ചെന്നപ്പോൾ ഓ പ്രവാചകന്റെ ഇന്നലെ ദൈവം എന്നോട് പറഞ്ഞു, അതായിരുന്നോ? അവിടെ പറഞ്ഞ ആരാ? ഓക്കെ, എതിർപ്പൊന്നും പറഞ്ഞില്ല, ഞങ്ങളെ വിറക് പറക്കാൻ പോവാ. അപ്പൊ പയ്യെ ഒരു പറഞ്ഞു, എന്തോ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരണം. ഞാനേ പറഞ്ഞു. അവിടെ ചോദിച്ചില്ല, നിങ്ങള് ഈ വിധവയും ഈ കുഞ്ഞിനെ ഇവിടെ താമസിക്കും, നിങ്ങൾക്ക് വെള്ളം ചോദിക്കാൻ വേറെ വീടൊന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ ആണോ? ചോദിച്ചില്ല. അവിടെ രാമയെ പറഞ്ഞു. അവള് വെള്ളം കൊടുക്കും പോകുന്ന വഴിക്ക് പറഞ്ഞ ഇപ്പൊ ഒരു അടയൂടെ കൊണ്ടുവരണേ, ഉണ്ടായിക്കൊണ്ട് ആദ്യത്തെയും കൊണ്ടുവരണേ. കൈ കൊടുത്തിട്ട് പറഞ്ഞു ആദ്യത്തെയും കൊണ്ടുവരണോ. ന്യൂ ഇയറിനോ അത് നമുക്ക് പറയാനൊന്നും പറയാനില്ല, ആദ്യത്തെ. അപ്പേ ഇതെല്ലാം കഴിച്ച് ചാകല്ലേ. നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കും. രാമനോടൊക്കെ പറഞ്ഞു. ഞാൻ എപ്പോഴും പറയും, ഗസ്റ്റ് വന്നാൽ പോലും ഏറ്റവും നല്ല പാത്രവും ഏറ്റവും നല്ല ഗ്ലാസ് ഉള്ളതെല്ലാം നല്ലത് വാർത്തെടുക്കും. അപ്പനെ ഓണർ ചെയ്യണം. അത് മാത്രം പറഞ്ഞ് നിർത്തുക. അദ്ദേഹത്തെ ശ്രദ്ധിച്ചാട്ടെ. അപ്പൊ യേശുവിനെ നോക്കുന്ന കാര്യം എന്തോ? മുൻപിലുള്ള സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ താൻ സഹിച്ചു. ഇപ്പോൾ കർത്താവ് എവിടെ ഇരിക്കുന്നേ? He's on the throne. പറഞ്ഞേ, അവൻ എവിടെയാണ്? സിംഹാസനത്തിൽ. കരമടിച്ച് പറഞ്ഞ എന്റെ യേശു സിംഹാസനത്താണ്. എല്ലാവരും എഴുതേണ്ട ദിവസം എന്റെ കർത്താവ് എവിടെയാണ്? എഴുന്നേറ്റ് എല്ലാവരും. എവിടെയാണ് കർത്താവ്? ആരെ നോക്കി ഓടണമെന്നാ പറഞ്ഞു? വിശ്വാസത്തിന്റെ നായകനും. അടുത്ത കേട്ടോ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. അപ്പൊ നമ്മൾ ഈ ക്ഷീണിച്ചു കഴിഞ്ഞാൽ എന്തോ വരും? ഒരു മടുപ്പ് വരും. ഭക്ഷണം കഴിച്ചാൽ എങ്ങനെ വരുന്നത്? ആദ്യം ഭക്ഷണം ആദ്യം കഴിക്കുമ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ ഒരു മടുപ്പ് വരും. മതി എന്ന് പറയുന്നത് അത്രേ ഞാൻ കഴിക്കത്തുള്ളൂ, വേണ്ട എന്ന് പറയുന്ന കാര്യം എന്താ? ഒരു മടുപ്പായി. ദൈവത്തെ സ്തുതിച്ചേ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ. ഇങ്ങോട്ട് നോക്കിയേ, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. കൺസിഡർ മെഡിറ്റേറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എപ്പോഴും ആരെ ധ്യാനിക്കണം? ഉറക്കപ്പറ. പാപികളാൽ വിരോധം സഹിച്ചവൻ. അപ്പൊ നമ്മുടെ ഓട്ടം നമുക്ക് എങ്ങനെ ഓടാം? രാവിലെ അങ്ങോട്ട് എഴുന്നേക്കുന്നു, നടിച്ചേരി ചോദിക്കുന്ന പോലെ, അവിടെ കറണ്ട് ഉണ്ടോ? ഇവിടെ ഇല്ല. അപ്പൊ അവര് പറയാ നമ്മളോട് അവിടെ കറണ്ട് ഉണ്ട്. ടെൻഷനായി. മറ്റേ വീട്ടിലൂടെ ചോദിച്ചു നോക്കാം, കറണ്ട് ഉണ്ടോ? ഉണ്ടല്ലോ. പോയി ടെൻഷൻ അടിച്ച്. അത് ചോദിക്കുന്ന വീടുകളിലല്ല ഇല്ലെന്ന് പറയാമെങ്കിൽ ടെൻഷൻ ഇല്ല. എല്ലായിടത്തും പോയില്ല, ഇവിടെയും പോയി. അപ്പൊ അവിടെയും പോയി. രാവിലെ എഴുന്നേറ്റിട്ട് മെസ്സേജ് ഇങ്ങനെ നോക്കുമ്പോൾ അറിയും, നിങ്ങളുടെ മറ്റേ ബാങ്കിൽ നിന്നാണ് ഞങ്ങൾ ചില ആക്ഷൻ എടുക്കാൻ പോകും. ഇന്നാള് മെസ്സേജ് ഇട്ടിരിക്കുക, ഞാൻ ഒത്തിരി വിളിച്ചു, എത്ര ഫോൺ വിളിച്ചാലും നിങ്ങൾ എടുക്കുന്നില്ല, എന്തെങ്കിലും ഒരു ആൻസർ നിങ്ങൾ രാമൻ ടെൻഷനായി. അത് ഞാൻ പറയാം, ബാധ്യതപ്പെട്ടവരോട് വിളിച്ച് പറയണം, ഒളിച്ചോടരുത്. രാമൻ പറഞ്ഞു, പലിശയ്ക്ക് എടുക്കാൻ അനുവാദമില്ല, എടുത്തിട്ടുണ്ടെങ്കിൽ പലിശ കൃത്യമായിട്ട് അടയ്ക്കണം. ഇതൊക്കെ ദൈവമക്കൾക്ക് വേണ്ടതാണ്. ബാങ്കിൽ ലോൺ തരുമ്പോൾ ഡീലിംഗ് കറക്റ്റ് ആയിരിക്കണം. ദൈവമക്കൾ അവിടെയാണ്. അന്യഭാഷ പറഞ്ഞ് അവർക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ നിങ്ങളുടെ ഡീലിംഗ് കണ്ട് അവർ പറയും ദൈവമക്കളാണ്. ദൈവത്തെ ശ്രദ്ധിച്ചേ. ആ കൊടുക്ക വാങ്ങലുകളെല്ലാം ക്ലിയർ ആയിരിക്കണം. ദൈവമക്കൾ ഫലകാരികളാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ, പാപികളാ ഇങ്ങനെ വിരോധം സഹിച്ചവനെ എന്ത് ചെയ്യണം? എന്ത് ആദ്യം പറഞ്ഞ സന്ദേശം? നിങ്ങളുടെ കൂടെ ഉറക്കെ പറഞ്ഞു, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നിൽക്കുന്നു. ഇനി ആ ഭയം മാറിയോ? തന്നെയാന്ന് പറയൂ. ഞാൻ തന്നെ ദൈവത്തെ സ്തുതിച്ച്. എനിക്ക് ഏറ്റവും അത് മനസ്സിലായത്, കാരണം ഞാൻ പറയാൻ കാരണം ഞാൻ എപ്പോഴും എന്റെ വൈഫിനോട് കൂടെയുണ്ട്. പക്ഷെ 2-3 ദിവസം ഞാൻ ഇവിടെ വലിയൊരു സൈന്യം എന്റെ ചുറ്റും നിൽക്കുന്ന ഞാൻ കണ്ടു. യാബോക്ക് കടവിൽ മല്ല് കുടിച്ച പോലെ. ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞു. കരം വിശുദ്ധ ദൈവത്തിനകത്ത് പറഞ്ഞു,
അപ്പൊ എന്റെ ചുറ്റും ആരുണ്ട്? സ്വർഗീയ സൈന്യങ്ങൾ എനിക്ക് ചുറ്റുമുണ്ട്. ഞാൻ തനിച്ചല്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഇങ്ങോട്ട് നോക്കി, ഒരു സൈന്യം പറ, കരമടിച്ചോണ്ട് പറഞ്ഞേ, ഒരു സൈന്യം എന്റെ നേരെ പാളയം പറഞ്ഞു. ഒരു സൈന്യം എന്റെ നേരെ പാളയം പറഞ്ഞു. എന്റെ ഹൃദയം യുദ്ധം നേരിട്ടാലും ഞാൻ എന്ത് ചെയ്യും? യുദ്ധം നേരിട്ടാലും പറ്റൂ. ഒരു വാഴത്തട്ട് വീണാൽ എങ്ങനെ ആയിരിക്കും? അവർ സാക്ഷികൾ ഇത്ര കൂടി ശ്രമിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം? സകല ഭാരവും കർത്താവ് നീ എന്ത് ചെയ്യുക? സകല ഭാരവും ഇനി കൊണ്ടുപോ. ഭാരം കൊണ്ട് ഇന്നിവിടെ ഇറക്കി വെച്ചിട്ട് പോകാവോ? കരമെന്ന് പറഞ്ഞേ. ഞാൻ ചെറുപ്പകാലത്ത് ഓർക്കുന്നുണ്ട്, ഈ വണ്ടിയെ കൊണ്ട് ചിരട്ടയൊക്കെ ഇറക്കുന്ന എന്റെ കുഞ്ഞി ചെറുപ്പകാലങ്ങളിൽ. ഇന്ന് ഭാരം ഇറക്കി വെച്ചിട്ട് പോകാവോ? എന്നിട്ട് അടുത്തൊരു ചോദ്യമോ, ഞങ്ങൾ വെളിയിൽ പോകുമ്പോ എടുത്തോട്ടെ? വേണ്ട, ഇവിടെ ഇറക്കി വെച്ചിട്ട് പോയാൽ എടുക്കണ്ട. എടുക്കാം. സാഹചര്യം കൊണ്ട് ഭാരവും പാപവും എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് വീണ്ടും അപ്പന്റെ കരങ്ങളിൽ കൊടുത്ത് നിങ്ങളത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. രാമ്യം പറഞ്ഞേ, ഈ ഭാരം മാത്രം പ്രാക്ടീസ് ചെയ്യുന്നതിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രശ്നം എല്ലാം പ്രശ്നഭാഷ കുഴങ്ങിക്കിടക്കും. അവിയല് വരൂ, പ്രശ്നമില്ലാത്തതന്നെ. അതേസമയം ഡെവലപ്പ് ചെയ്ത് ഇതിന്റെ മൈൻഡിനെ, ഒരാമ്യം പറഞ്ഞ്, നല്ല കാര്യങ്ങളിലേക്ക്, നല്ല ശ്രദ്ധയിലേക്ക്, വിശ്വാസത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് നിന്റെ മൈൻഡിനെ തിരിക്കുമ്പോൾ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, നീ അറിയാതെ നീ ആ സന്തോഷം അനുഭവിക്കും. മനഃപൂർവ്വം നീ തീരുമാനിക്കണം. എന്താ ദൈവത്തിന്റെ വചനം പറയുന്നേ? ബലം നിന്നുള്ള മനുഷ്യൻ അവന്റെ ഉള്ളിൽ നിന്ന് സിയോനിലേക്ക് പോകുന്ന പെരുവഴികൾ, പെരുവഴി എന്ന് പറഞ്ഞാൽ മെനി വേസ് എന്ന്, ധാരാളം വഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കും. അപ്പൊ ആരാ? യേശു വന്ന ജലാശയമാക്കുന്നത്. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കിടക്കുമ്പോൾ അവർ അതിനെ. നീ തീരുമാനിക്കണം. ഇന്ന് രാവിലെ സംഘടനക്കാരനാക്കണം, മിടുക്കനാ. ഇന്ന് യഹോവ ഞാൻ എന്നും രാവിലെ റിസർവ് ചെയ്യും. ദിസ് ഇസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്. അതുകൊണ്ട് എത്ര യോക്ക് വന്നാലും സ്ട്രെസ് വന്നാലും ചവിട്ടി മതിച്ച് പുറത്തു വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ ദിവസമാണ്, ഇത് ദൈവത്തിന്റെ ദിവസമാണെന്ന് പറഞ്ഞു, ഇന്ന് അനുഗ്രഹത്തിന്റെ പകലാണെന്ന് പറഞ്ഞു, ദൈവകൃപയുടെ പകലാണെന്ന് പറഞ്ഞു, അത്ഭുതത്തിന്റെ പകലാണെന്ന് പറഞ്ഞു, എന്നെ ദൈവം മാനിക്കുന്ന പകലാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി ദൈവം വഴി തുറക്കുന്ന, ഏറ്റെടുക്കോ, ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന പകലാണെന്ന് ഞാൻ പറഞ്ഞു, അത്ഭുതങ്ങളുടെ പകലാണെന്ന് പറഞ്ഞു. അവന്റെ തല ഉയർത്തുന്ന ഏറ്റവും ഉദാഹരണം ദാവീദ് മകൻ അബ്ശലോം കൊല്ലാൻ നടക്കുക. പുള്ളി ശൗലിന്റെ കുന്തം. രാവിലെ ശൗല് രാജാവാ, നല്ല നിന്നവനാ, സുബോധം എല്ലാം നഷ്ടപ്പെട്ട് കുന്തവും കൊണ്ട് നടക്കുക. ഒറ്റ വാക്കാ പുള്ളിയിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അസൂയാരിലും കയറരുത്. ദാവീദ് ശൗലായിരത്തെ കൊന്നു. ദാവീദ് അന്ന് തുടങ്ങിയതാ ചൂലം കൊണ്ട് നടക്കുക, ശത്രുവിട്ട് എറിയുക. ഒരാൾ പറയണത്, രാജാവ് സിംഹാസനത്തിൽ വന്ന് കൊട്ടാരത്തിൽ കയറിയപ്പോ ആദ്യം കണ്ടത് പൊട്ടിയിട്ട് അടയ്ക്കാൻ പറഞ്ഞതായിരിക്കും. ഈ ശൗല് എറിഞ്ഞു തരുന്നപ്പോ മാറിയ കുന്തം മൊത്തം വന്ന് ഭിത്തിയിലുള്ള പാടുകളാ മുഴുവൻ. രാമ്യം പറഞ്ഞു. പക്ഷെ ശൗല് പോലെ ദാവീദ് പറഞ്ഞു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും, എന്റെ തലയിൽ ഉയർത്തിപ്പിടിച്ച് എന്റെ തല, നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വം, എന്റെ തല. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും, എന്റെ തല ഉയർത്തുന്നവേ.